ഒറ്റ പമ്പിൽ തന്നെ ഈ ബെഡിലും ആ ബെഡിലും. അത് രണ്ടും വാട്ടർ ലെവലിലാണ് വെച്ചാണ് അല്ലേ? വാട്ടർ ലെവലൊന്നുമല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതിന് വേറെ സൈഫൺ. അത് കുഴപ്പമില്ല, അതിന് വേറെ സൈഫണാണ്, ഇതിന് വേറെ സൈഫണാണ്. സൈഫൺ വേറെ അല്ല, ഈ സൈഫണിൻ്റെ ലെവലിനനുസരിച്ച് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫിഷ് ടാങ്കിലാണ് സബ്മേഴ്സൽ പമ്പ് വെച്ചിട്ടുള്ളത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു പൈപ്പ് ഈ 4 ഗ്രോ ബെഡിലേക്ക് ഈ ഒരു മണൽ ബെഡിലേക്കുമാണ് വരുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് ഒരു എക്സ്റ്റേണൽ സൈഫൺ വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഈ ഗ്രോ ബെഡിൽ നിറയുമ്പോൾ നേരെ ഇതിലേക്ക് തന്നെ വീഴും. ഇപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ പൈപ്പിനെ ഒരു 2 ഇഞ്ച് പൈപ്പ് വെറുതെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടി ഓക്സിജൻ ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത ഭാഗം നേരെ പോകുന്നത് ഈ ഫിഷ് ടാങ്കിന് മുകളിലുള്ള ഗ്രോ ബെഡിലേക്കാണ്. അതിനും ഒരു എക്സ്റ്റേണൽ സൈഫൺ വെച്ചിട്ടുണ്ട്. ആ ഒരു ഈ ഗ്രോ ബെഡിലുള്ള 1 ഇഞ്ച് മുകളിൽ നിന്നും താഴെ എത്തിക്കഴിഞ്ഞാൽ സൈഫൺ പ്രവർത്തിച്ച് മൊത്തം വെള്ളം ഈ ഫിഷ് ടാങ്കിലേക്കാണ് വീഴുന്നത്. ഈ ഫിഷ് ടാങ്കിൽ വീഴുന്ന വെള്ളം നമ്മൾ ഓവർഫ്ലോക്ക് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നീളം കൂട്ടിയിട്ട് ആ ഒരു ഹൈറ്റ് വരെ ഫിഷ് ടാങ്കിൽ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഹൈറ്റിൽ പൈപ്പ് വെച്ചിട്ട് നേരെ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ വീഴുന്നത്. അപ്പോൾ ഒരു സബ്മേഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ടാങ്കിലെ ഗ്രോ ബെഡുകളും ഈ ടാങ്കിലെ ഗ്രോ ബെഡുകളൊക്കെ ഒരു സബ്മേഴ്സൽ പമ്പ് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇനി അപ്പുറത്തുള്ള ഒരു ടാങ്ക് ഉണ്ട്, അത് ലീക്ക് ആയതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ആ ടാങ്കും ആ ഗ്രോ ബെഡും നമുക്ക് ഈ ഒരു സബ്മേഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒറ്റ സബ്മേഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ട് 3 ഫിഷ് ടാങ്കിൽ മത്സ്യങ്ങളെ വളർത്താനും അതിനോടനുബന്ധമായിട്ടുള്ള ഗ്രോ ബെഡുകളിൽ പച്ചക്കറി ധാരാളമായിട്ട് ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഒരു പ്രത്യേകത.